വീണ്ടും കണ്ടതിൽ സന്തോഷം. ജീവാസ് ട്രാവറിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലണ്ടനിലെ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ്. സിറ്റി മാപ്പർ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ലണ്ടനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ ആപ്പ് സുപരിചിതമായിട്ടുള്ള ഒന്നായിരിക്കാം. എന്നാൽ ലണ്ടനിൽ പുതുതായിട്ട് വരുന്നവർ ചിലപ്പം ഈ ആപ്പിനെ പറ്റി അറിവില്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. ഏത് ബസ് എടുക്കണം, ഏത് ട്രെയിൻ എടുക്കണം, എവിടെ ഇറങ്ങണം, ഇതൊക്കെ മനസ്സിലാക്കാൻ സിറ്റി മാപ്പർ എന്ന ആപ്പ് വളരെ സഹായകരമാണ്. ഈ ആപ്പ് മൊബൈലിൽ പ്ലേ സ്റ്റോർ വഴി നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോയിൽ സിറ്റി മാപ്പർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹോം സ്ക്രീന് കാണാൻ പറ്റും. ഈ ഹോം സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു മാപ്പ് കാണാം. അതിൽ ചുവന്ന നിറത്തിൽ കുറേ ലെറ്റേഴ്സും കാണുന്നുണ്ടാവും. ചുവന്ന നിറത്തിൽ കാണുന്ന ലെറ്റേഴ്സ് ബസ് സ്റ്റോപ്പുകളാണ് കേട്ടോ. ലണ്ടനിൽ ഒരേ റോഡിൽ തന്നെ പല ബസ് സ്റ്റോപ്പുകളുണ്ടാവും. ബസ് സ്റ്റോപ്പിൻ്റെ പേര് നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഓരോ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ചുവന്ന ബോർഡിൽ ചെറുതായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഓരോ ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബസ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത് എന്നടക്കം നിങ്ങൾ കയറേണ്ട ബസ് സ്റ്റോപ്പ് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാനും നിങ്ങളെ ഈ ലെറ്റേഴ്സ് സഹായിക്കും. അടുത്തതായിട്ട് മാപ്പിലൊരു ബ്ലൂ ഡോട്ട് കാണുന്നില്ലേ, അത് നമ്മളുടെ കറണ്ട് ലൊക്കേഷനാണ്. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിങ്ങൾ ഗെറ്റ് മീ സംവെയർ എന്ന് സെർച്ച് ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നത്. ലണ്ടൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന ഏത് സ്ഥലങ്ങളുടെ പേരും ടൈപ്പ് ചെയ്താൽ സിറ്റി മാപ്പർ റൂട്ട് കാണിച്ചു തരും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ പോസ്റ്റ് കോഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലണ്ടനിൽ ഒരേ സ്ട്രീറ്റ് നെയിം തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. പക്ഷേ പോസ്റ്റ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ലൊക്കേഷൻ തന്നെ മാപ്പ് കാണിക്കും. അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്യുമ്പോൾ പോസ്റ്റ് കോഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിവിടെ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന പോസ്റ്റ് കോഡ്സ് എന്നുള്ളൊരു ബോക്സ് ഇല്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷനും എൻഡ് ചെയ്യേണ്ട നമുക്ക് ഇപ്പോൾ അടിച്ചു കൊടുത്ത ആ ഡെസ്റ്റിനേഷൻ്റെ പോസ്റ്റ് കോഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കാണുന്ന ഏറോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇങ്ങനൊരു വിൻഡോ നമുക്ക് കിട്ടും. ഈ ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്തതിന് ശേഷം സിറ്റി മാപ്പർ നമുക്ക് പല റൂട്ട് ഓപ്ഷൻസും കാണിച്ചു തരുന്നു. ഓരോ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡെസ്റ്റിനേഷൻ എത്താൻ എത്ര സമയം വേണ്ടി വരും, അടുത്ത ബസ് അല്ലെങ്കിൽ ട്രെയിന് എപ്പോൾ വരും, ഏകദേശം എത്ര ചിലവ് വരും എന്നിങ്ങനെയാണ്. ഇതിൽ ഡിഫറൻറ്റ് കളറിൽ 2 ട്രെയിൻ ഐക്കണുകൾ കാണാം. പർപ്പിൾ കളർ ഐക്കൺ എലിസബത്ത് ലൈനാണ്. അതിനുശേഷം കാണുന്ന റെഡ് കളർ ഐക്കൺ സെൻട്രൽ ലൈൻ ട്രെയിനാണ്. അതായത് ഈ റൂട്ടിൽ നമ്മൾ ആദ്യം എലിസബത്ത് ലൈനിൽ യാത്ര ചെയ്ത ശേഷം സെൻട്രൽ ലൈനിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇതാ ഇവിടെ കാണുന്നില്ലേ, 25, 86, 425 എന്നതൊക്കെ ബസ് നമ്പേഴ്സാണ് കേട്ടോ. ഈ ബസ്സുകളെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന ബസ്സസാണ്. അതായത് ഈ റൂട്ടുകളിൽ പോകാൻ ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നെടുക്കാം എന്നാണ് സിറ്റി മാപ്പർ കാണിക്കുന്നത്. ഇവിടെ റൂട്ടിൻ്റെ അടുത്തായിട്ട് 4.5 പൗണ്ട് എന്ന് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഈ റൂട്ടിൽ ബസ്സിനും ട്രെയിനിനും ചേർത്ത് ഏകദേശം ഇത്ര എമൗണ്ട് വരും എന്നാണ്. അതിന് താഴെ കാണുന്ന ഓപ്ഷനിൽ ബസ് മാത്രം എടുത്താൽ ഏകദേശം 1.75 പൗണ്ടാണ് ഫെയർ. അതായത് ഈ റൂട്ടിൽ ബസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലവ് കുറവായിരിക്കും. ഇത് ചിലപ്പോൾ കുറച്ചധികം നമുക്ക് നടക്കേണ്ടി വരും. എന്നാലും 1.75 നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. സിറ്റി മാപ്പർ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള വേഗത്തിലുള്ള റൂട്ട് മാത്രമല്ല, കുറഞ്ഞ ചിലവിൽ പോകുന്ന റൂട്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ 115 എന്ന ബസ് നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ഇവിടുന്ന് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവിടുന്ന് നടക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ടൈമാണ് ഈ 85 എന്ന് കാണിക്കുന്നത്. റൂട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ ബട്ടൺ അമർത്തിയാൽ നാവിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സിറ്റി മാപ്പർ നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗൈഡ് ചെയ്യും. ഏത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം, അവിടെ ഏത് ബസ് നമ്പർ എടുക്കണം, എത്ര സ്റ്റോപ്പ് കഴിഞ്ഞിറങ്ങണം, ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കും. അതേപോലെ ഈ ഗെറ്റ് ഓഫ് അലർട്ട് എന്നുള്ളത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇത് ഓൺ ചെയ്താൽ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയാൽ
ആ ആപ്പ് നോട്ടിഫിക്കേഷൻ കാണിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലണ്ടനിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുന്നവർക്ക് സിറ്റി മാപ്പർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, സീ യു സൂൺ. ബൈ. താങ്ക് യു.